നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ഞാൻ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്രേയാണ്. പറയൂ മാഡം. എനിക്ക് വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. പാക്ക് ചെയ്യാനായി വലിയൊരു ബോക്സ് വേണം. ഒരു 5 ഫീറ്റ് വലിപ്പമുള്ളതാണെങ്കിൽ നല്ലത്. അത്രയ്ക്ക് വലിയ ബോക്സ് ഉണ്ടോ അവിടെ? ഉണ്ട് മാഡം, ഗോഡൌണിൽ ഇരിപ്പുണ്ട്. ഞാൻ അഡ്രസ്സ് തരാം, എത്തിക്കാൻ പറ്റുമോ? എത്തിക്കാം മാഡം. എപ്പോ വേണം? എത്രയും പെട്ടെന്ന് വേണം. ഒരു 1 അവറിനുള്ളിൽ എത്തിക്കാം മാഡം. പേയ്മെന്റ് ഞാൻ അയച്ചോളാം. ഓക്കെ മാഡം. മെനക്കെട്ടുള്ള പണി ഞാൻ തരാടാ ആകാശേ. നീ നോക്കിയിരുന്നു ഇനി ശ്രേയയുടെ കളികള്. നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് മേഡത്തെ എന്നോടാണ് ചോദിക്കുന്നത്? മാഡത്തോട് ചോദിക്കും. ഹലോ, വീടിന് മുന്നിലുണ്ട്. ശരി. വീടിന്റെ മുന്നിൽ ഒരു ബോക്സ് കണ്ടോ? കണ്ടു മേഡം. ആ ബോക്സ് എടുത്ത് അവനെ അതിനുള്ളിലാക്കും. അവന്റെ ബാഗും എല്ലാം അതിനുള്ളിലിട്ട് പൂട്ട്. അപ്പോഴേക്കും ഞാൻ വിളിക്കാം. ശരി മേഡം. മേഡം, ഹലോ മേഡം. അവനെ പാക്ക് ചെയ്തോ? ചെയ്തു മേഡം. സ്റ്റീൽ ബോക്സിലല്ലേ അവനെ പാക്ക് ചെയ്തത്? അതെ മേഡം. അവിടെ വേറൊരു കാർഡ്ബോർഡ് കാണും. കണ്ടു മേഡം. അതെടുത്ത് സ്റ്റീൽ ബോക്സ് കവർ ചെയ്യും. ആർക്കും ഡൗട്ട് തോന്നാതിരിക്കാനാ. അതെ ശ്രേയ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. എന്താ ആന്റി? ആകാശിനെ കാണാതായിട്ട് ഒരു പകലും രാത്രിയും കഴിഞ്ഞു. എനിക്കെന്തോ പേടി പോലെ. അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, സമയമാവുമ്പോ അവൻ വരും. ആന്റി ചാരുവിന്റെ കണ്ണീര് കണ്ട് ആസ്വദിച്ചിരിക്കായിരിക്കും അല്ലേ? ശരി ശ്രേയ, എനിക്കത് കണ്ട് മതിയാവുന്നില്ല. ശ്രേയക്കത് കാണാൻ പറ്റില്ല എന്നുള്ള വിഷമേ ഉള്ളൂ. രാത്രിയിൽ അവൾ ഉറങ്ങാതെ കരഞ്ഞ് കരഞ്ഞ് അവളുടെ മുഖമൊക്കെ ചക്ക പോലെയായി. ഗുഡ് ആന്റി, ഞാൻ അവിടേക്കൊരു പെട്ടി അയക്കുന്നുണ്ട്. അതില് ഓഫീസിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫയൽസാ. അത് ആകാശിന്റെ റൂമിൽ വെപ്പിക്കണം. ഓ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം ആന്റി. ശരി. എന്താ എന്താ കാര്യം? ശ്രേയ, എന്താ കാര്യം? അതെ, ഒരു പെട്ടി ഇങ്ങോട്ട് അയക്കുന്നുണ്ട്.
അത് ആകാശിന്റെ റൂമിലേക്ക് വെക്കാൻ. എന്തായിരിക്കൂടാ? നോക്കാം.